സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തെ പരിചയപ്പെടാം. അതിന്റെ ഉദ്ഘാടനം നടന്നു. 9 ഡിലക്സ് റൂമുകളും ഒരു VIP റൂമും 80 പേരെ പങ്കെടുപ്പിക്കാവുന്ന കോൺഫറൻസ് ഹാളും 40 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഹാളും ഡ്രൈവർമാർക്കായി വിശ്രമമുറികളും അടുക്കളയും അടക്കമാണ് മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലുള്ളത്. 6.84 കോടി രൂപ ചെലവിൽ ഹാബിറ്ററ്റാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ആവശ്യമുണ്ട്, വളരെ ന്യായമായ ഒരു ആവശ്യം. അത് ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ടാക്സി ഡ്രൈവർ, ആ ഡ്രൈവർമാർ വന്നാൽ അവർക്ക് റിസോർട്ടുകളിൽ ഒന്ന് ഫ്രഷ് ആവാനോ ഒന്ന് കിടക്കാനോ ഉള്ള സൗകര്യമില്ല. പാവങ്ങൾ അവർ കാറിൻ്റെ ഉള്ളിലാണോ, പ്രാഥമിക സൗകര്യങ്ങൾ പോലും പലയിടത്തും അത് നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ അധ്യക്ഷത വഹിച്ചു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ദേവികുളം മുൻ MLA AK മണി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാറിൽ സർക്കാർ വകുപ്പുകളുടെ പരിപാടികളും യോഗങ്ങളും നടത്താൻ സ്വകാര്യ ഇടങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യമാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതോടെ ഒഴിവാക്കപ്പെടുന്നത്. മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്കും പുതിയ കെട്ടിടം കരുത്താകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.